ഋഷിമാർക്ക് നേരിട്ട് ലഭിച്ചിരുന്ന മന്ത്രങ്ങളോ സ്തുതികളോ ജ്ഞാനവുമെല്ലാം ഋഷിമാർ അടുത്ത പരമ്പരകൾക്ക് കൈമാറിയിരുന്നത് ഓതിക്കൊടുത്തുകൊണ്ടാണ്. ഇങ്ങനെ കർമ്മ പരമ്പരയായി കിട്ടിക്കൊണ്ടിരുന്ന ഈ മന്ത്രങ്ങൾക്ക് ശ്രുതി എന്നാണ് പേര് വന്നിരുന്നത്. ഈ ശ്രുതികള് ഒരു ശിഷ്യൻ മറ്റൊരു ശിഷ്യന് കൊടുത്തു. അങ്ങനെ അടുത്ത തലമുറകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ കൃഷ്ണദ്വൈപായനത്തിന് തോന്നി ഇത് വരും തലമുറകൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഒന്ന് വിഭജിക്കണം എന്ന്. വിഭജിച്ച് വ്യസിച്ച് ലിഖിത രൂപത്തിലാക്കണം എന്ന് കരുതി അദ്ദേഹം ഈ ശ്രുതിയെ അല്ലെങ്കിൽ വേദങ്ങളെ 4 തിരിച്ചു. ഋക്ക, യജുസ്, സാമ, അഥർവം അഥവാ അഥർവം. ഇതില് ഋക്ക പദ്യരൂപത്തിലും യജുസ് ഗദ്യരൂപത്തിലും സാമം സംഗീത രൂപത്തിലും അഥർവം ഗദ്യ പദ്യ സമ്മിശ്രണമായിട്ടും അദ്ദേഹം വിഭജിച്ച് അത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ പൈലന് ഋഗ്വേദവും വൈശമ്പായന് യജുർവേദവും ജൈനിക്ക് സാമവേദവും സുമന്തുവിന് അഥർവവേദവും കൊടുത്ത് അതിനെ അവരെ ഈ വേദങ്ങളെ ആചാര്യന്മാരാക്കി മാറ്റി. അങ്ങനെ വേദങ്ങളെ വിന്യസിച്ചതുകൊണ്ടാണ് കൃഷ്ണദ്വൈപായന് വേദവ്യാസൻ എന്ന പേര് വന്നത്. വേദവ്യാസനാണ് ദേവി ഭാഗവതം രചിച്ചത്. വേദാർത്ഥങ്ങളെയാണ് അദ്ദേഹം ഇതിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ ദേവി ഭാഗവതം എന്നും പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചതുർവിധ പുരുഷാർത്ഥങ്ങളും ലഭിക്കുമെന്ന്. കർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോൾ നമുക്ക് തോന്നും, ഈ വേദവ്യാസൻ പറഞ്ഞതുകൊണ്ട് അത് ശരിയായിരിക്കുമോ എന്ന്. എന്നാൽ ഭഗവത്ഗീത 10ാം അധ്യായം വിഭൂതി യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, മുനിരാമഭ്യഹം വ്യാസ, മുനിമാരിൽ ഞാൻ വ്യാസനാണ്. അപ്പോൾ വേദവ്യാസൻ പറയുന്നത് ഭഗവാൻ പറയുന്നത് പോലെ തന്നെയാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വേദവ്യാസന്റെ മകൻ പുത്രനായിരുന്നു ശ്രീശുക ബ്രഹ്മർഷി. അയോനിതനാണ്. വളരെ കാലം വായു മാത്രം ഭക്ഷിച്ച് പരമശിവനെ തപസ് ചെയ്തതിന്റെ ഫലമായി ലഭിച്ച പുത്രനാണ് ശ്രീശുക മഹർഷി. ഈ ശ്രീശുക ബ്രഹ്മർഷിക്ക് സൂതൻ എന്ന ഒരു സതീർത്ഥ്യം കൂടെയാണ്. ഇവരെ രണ്ടുപേരെ കൂടെയാണ് വേദവ്യാസൻ ഈ പുരാണങ്ങളെല്ലാം പഠിപ്പിച്ചു. ഇതില് സൂതന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഈ പുരാണങ്ങളെല്ലാം ചമത്കാരങ്ങളൊക്കെ ചേർത്ത് നന്നായി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് ഈ സൂതനുണ്ടായിരുന്നു. ഒരിക്കൽ സൂതൻ നൈമിഷാരണ്യത്തിലെത്തി. എന്താണ് ഈ നൈമിഷാരണ്യം? ദ്വാപര യുഗത്തിന്റെ അവസാനം, കലികാലം ആരംഭിക്കാൻ പോവുകയാണ്. ഋഷിമാർക്കെല്ലാം ഭയങ്കര ദുഃഖം, കലി വരികാൻ പോവുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ കലികാലത്താണ് ജീവിക്കുന്നത്. കലിയുമുള്ള ദോഷങ്ങളെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കി ജീവിക്കുന്നവരാണ്.
അപ്പം താമസന്മാർക്ക് ഈ കലി വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു വിഷമം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവര് ബ്രഹ്മദേവനെ ചെന്ന് കണ്ടു, എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, കലിയുഗം ആരംഭിക്കാൻ പോവുകയാണ്. ഈ കലിമല ദോഷം ഏൽക്കാതെ ഞങ്ങൾ എവിടെ പോയി എന്ന് പ്രാർത്ഥിക്കും? അപ്പോൾ ബ്രഹ്മദേവൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഒരു നേമി എടുത്തു. നേമി എന്ന് പറഞ്ഞാൽ ചക്രം. ഈ ചക്രം എടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഈ ചക്രം ഇവിടെ ഉരുട്ടിയിടും. ഇത് എവിടെ ചെന്ന് ഒഴിഞ്ഞു വീഴുന്നുവോ അവിടെ നിങ്ങൾക്ക് കലിദോഷമേൽക്കാതെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹം ഈ നേമി ഉരുട്ടിവിട്ടു. ഋഷിമാരെല്ലാം ഈ ചക്രത്തിന് പുറകെ പോയി. ഒരു കാട്ടിൽ ചെന്ന് ഈ ചക്രം പൊടിഞ്ഞു വീഴും. ആ സ്ഥലത്തിനാണ് നൈമിഷാരണ്യം എന്ന് പറയുന്നത്. നേമി എന്ന് പറഞ്ഞാൽ ചക്രം, ആരണ്യം എന്ന് പറഞ്ഞാൽ കാട്. കാട്ടില് അത് പൊടിഞ്ഞു വീണുകൊണ്ടാണ് നൈമിഷാരണ്യം എന്ന് പേര് വന്നത്. ശൗനകാദി മഹർഷിമാരെല്ലാം തന്നെ സന്തോഷത്തോടുകൂടി അവിടെ ഇരുന്ന് തപസ് ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് സൂതൻ അവരുടെ അടുത്ത് ചെല്ലുന്നത്. സൂതനെ ഋഷിമാര് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. ഉപചാര പൂർവ്വം ആനയിച്ച് ആസനസ്ഥലൊക്കെ ആക്കി. എന്നിട്ട് സൂതനോട് ഈ ശൗനകാദി മഹർഷികൾ പറഞ്ഞു, അങ്ങേക്ക് പുരാണങ്ങളെല്ലാം നന്നായി പറയാൻ അറിയാമല്ലോ, ഞങ്ങൾക്ക് അതൊക്കെ കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. അതുകൊണ്ട് പുരാണങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സൂതൻ പറയും, അതിനെന്താ, എനിക്കും ശ്രീശുദ്ധ ബ്രഹ്മർഷിയും കൂടെ വ്യാസഭഗവാൻ പുരാണങ്ങളെല്ലാം ഉപദേശിച്ച് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പുരാണങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. പല പുരാണങ്ങളും പറഞ്ഞു കൊടുത്തു. സ്വപ്നകാല മനുഷ്യന്മാർക്ക് മതിയാവുന്നില്ല. ഭഗവാന്റെ കഥകൾ കേട്ടാൽ ആർക്കാ മതിയാവുക? പിന്നീട് അവർ ചോദിക്കുക, ഞങ്ങൾക്ക് അത്യുത്തമമായ ദേവി ഭാഗവതം കൂടെ പറഞ്ഞു തരാമോ? സൂതൻ സമ്മതിച്ചു. ദേവി ഭാഗവതം പറഞ്ഞു കൊടുക്കുകയാണ്.